ഹായ് എവരിവൺ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു 5 മണി ഒക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാട്ട് കേൾക്കുന്നുണ്ടാകും. അത് ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് പാട്ടിടാറുണ്ട്. അതാണ് കേൾക്കുന്നത്. അപ്പോൾ ഇന്ന് മോളുടെ സ്കൂളിൽ അഡ്മിഷന് വേണ്ടി പോകാനുണ്ട്. അതുകൊണ്ട് കുറച്ച് നേരത്തെ എല്ലാ പണികളും ഒതുക്കിയിടണം. വേഗം പെട്ടെന്ന് പണിയൊക്കെ കഴിക്കണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ക്ലീനിങ് ആണ് ചെയ്യുന്നത്. ഞാൻ എവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലീനിങ് ചെയ്തിട്ടാണ് പിന്നെ കിച്ചണിലെ വർക്കൊക്കെ നോക്കുന്നത്. ഒരുപാട് സമയമെടുക്കും എനിക്ക് ക്ലീനിങ്ങിന്. അതുകൊണ്ട് ആദ്യം എഴുന്നേറ്റ ഉടനെ തന്നെ ആദ്യം അതങ്ങ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ആദ്യം സിറ്റ് ഔട്ടാണ് തുടച്ചിടുന്നത്. സിറ്റ് ഔട്ടിലെ ചെയർ വേറൊരു തുണി വെച്ചിട്ട് എല്ലാ ദിവസവും തുടച്ചിടാറുണ്ട്. എന്താ വെച്ചാൽ ഇവിടെ നായി, പൂച്ച, പന്നി, മെരു, ഉടുമ്പ് ഈ സാധനങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് ആരൊക്കെയാണ് രാത്രി ലൈറ്റ് അണച്ചാൽ വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അതൊക്കെ ഒന്ന് തുടച്ചിടും. പിന്നെ സിറ്റ് ഔട്ട് തുടച്ചിട്ടതിന് ശേഷം പിന്നെ വേഗം റൂമിലേക്കാണ് വന്നത്. അവിടേക്കൊന്ന് വേഗം അടിച്ചു വാരി തുടയ്ക്കാമെന്ന് കരുതി. ഞാൻ ഡെയിലി ചെയ്യുന്നതാണ് ഇത്. പോകാനൊന്നുമില്ലെങ്കിൽ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് സാവധാനമാണ് ചെയ്യുന്നത്. എവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചെയ്തിട്ടാണ് പിന്നെ കുക്കിങ്ങിലേക്ക് പോകുന്നത്. പിന്നെ എല്ലാ ദിവസവും തുടയ്ക്കുന്നതുകൊണ്ട് വലിയ അഴുക്കൊന്നും ഉണ്ടാവില്ല. പെട്ടെന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുടച്ചിട്ടാൽ മതി. എനിക്ക് എല്ലാ ദിവസവും തുടയ്ക്കണം, അല്ലെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥതയാണ്. ഞാൻ തുടച്ച് കഴിഞ്ഞാൽ പിന്നെ തുടച്ച ആ വെള്ളം കൊണ്ടൊന്ന് ഈ മുറ്റവരമ്പ് എന്ന് പറയും ഞങ്ങളവിടേക്ക്, അതൊന്ന് കഴുകിയിടും. കാരണം എന്താ വെച്ചാൽ അവിടെ എപ്പോഴും നിറച്ച് കൊഴുക്കാട്ടുണ്ടാകും. ഞങ്ങൾക്കൊരു 4-5 കോഴികളുണ്ട് വീട്ടിൽ. അതുകൊണ്ട് അതൊന്ന് ചെയ്യും. അതിന് ശേഷം പിന്നെ വേഗം ഒന്ന് മുറ്റം അടിച്ച് വാരിയിടുകയാണ്. മുറ്റത്ത് ഒരുപാട് ചണ്ടികളും ഉണ്ടാവും, ഒരുപാട് അടിച്ചു വരാനുണ്ട് മുറ്റം. വേഗം മുറ്റം അടിച്ചതിന് ശേഷം പിന്നെ വേഗം വിറകടുപ്പിലെ പണിയാണ് നോക്കുന്നത്. ചോറിനുള്ള വെള്ളം ആദ്യം തന്നെ വെച്ചു. ഞാൻ ലഞ്ചിനുള്ള എല്ലാ കാര്യങ്ങളും വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഗ്യാസിലുമാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇന്ന് പുട്ടാണ്. അപ്പോൾ വേഗം പുട്ടിനുള്ള പൊടി കുഴച്ചിട്ടാണ്. പിന്നെ ഇന്ന് പുട്ടിന് കറിയൊന്നും ഉണ്ടാക്കുന്നില്ല. വീട്ടിലൊരു വാഴക്കുല പഴുത്തിട്ടുണ്ട്. അപ്പം പുട്ടും പഴവും ആക്കാമെന്ന് കരുതി. പിന്നെ പഴം ഹസ്ബൻഡിന് ഇഷ്ടമല്ല, അതുകൊണ്ട് പപ്പടവും കാച്ചു. പുട്ടിലേക്കുള്ള തേങ്ങയൊന്ന് ചിരകിയെടുക്കുകയാണ് ഇനി. പിന്നെ വേഗം പുട്ടുതൂക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉലുവ ഇടുക. ഞാൻ എന്താ വെച്ചാൽ ഇവിടെ പുട്ടൊക്കെ കഴിക്കുമ്പോൾ നെഞ്ചരിച്ചിട്ട് ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരാണ്. അപ്പോൾ ഈ ഉലുവ ഇട്ടാൽ അങ്ങനെ ഉണ്ടാവില്ല എന്ന് ആരൊക്കെയോ പറഞ്ഞു കേട്ടതുകൊണ്ട് ഞാനങ്ങനെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല ഇപ്പോൾ. പിന്നെ വേഗം ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ വേഗം അതിലേക്ക് അരി കഴുകിയിടുകയാണ്. ചോറിന് അരി കഴുകിയിട്ടതിന് ശേഷം പിന്നെ വേഗം കറി വെക്കാനുള്ളതാണ് നോക്കിയത്. ഇന്ന് മുരിങ്ങയിലയും പരിപ്പും ചക്കക്കുരും കൂടെ ഇട്ടിട്ടൊരു കറി വെക്കാമെന്നാണ് കരുതിയത്. മുരിങ്ങയില വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പം ഞാൻ ഇന്നലെ തന്നെ അത് പറിച്ചൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചക്കക്കുരു അതുപോലെ തന്നെ തൊലി കളഞ്ഞ് ഇന്നലെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം അതൊന്ന് അടുപ്പത്താക്കി വെക്കുമ്പോഴേക്കും നമ്മുടെ പുട്ടിന് ഇവിടെ ആവി വന്നു. അപ്പം പുട്ടൊന്ന് കുത്തി മാറ്റി വെക്കുകയാണ്. ഞാൻ ചില ദിവസങ്ങളിൽ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇടാറുണ്ട് ആ വെള്ളത്തിൽ. ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ മാറി കിട്ടുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് ഇപ്പോൾ ആർക്കും ഇല്ല. ഇനി വേഗം കറിയിലേക്കുള്ള തേങ്ങയൊന്ന് ചിരകി വെച്ചു. പിന്നെ പുട്ട് ഇത് അവസാനത്തേതും കൂടെ വേഗം ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചായക്കുള്ള കുടിക്കാനുള്ള ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്, ഹസ്ബൻഡും അച്ഛനും ഒക്കെ. അപ്പോൾ വേഗം ഒന്ന് ചായക്കുള്ള വെള്ളം ഒന്ന് അടുപ്പത്ത് വെക്കാമെന്ന് കരുതിയേ. അപ്പോഴേക്കും നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറ് വേഗം ഞാൻ ചൂടാറപ്പെട്ടിയിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുക. ചോറ് തിളച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്താ വെച്ചാൽ വിറകും ലാഭമാണ്, നമ്മുടെ സമയവും ലാഭമാണ്. അപ്പോൾ വേഗം കറിയുടെ കലം ഞാൻ അപ്പുറത്തേക്ക് മാറ്റി വെച്ചേ. ഇത് കുടിക്കുന്ന വെള്ളമാണ്. അപ്പോൾ ചായ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം അതിലേക്ക് കട്ടൻ ചായക്ക് വേണ്ട പൊടിയാണ് ഇടുന്നത്. ഇവിടെ ആദ്യം അമ്മ കട്ടൻ ചായയാണ് കുടിക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ചായ മാറ്റി വെക്കാൻ കുറച്ച് പൊടി ഇട്ടിട്ട് കട്ടൻ ചായ ആദ്യം ഉണ്ടാക്കി വെക്കും. എന്നിട്ട് ബാക്കിയുള്ളതിലേക്ക് പൊടി ഇട്ടിട്ട് പാലൊഴിച്ചിട്ട് ചായ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോഴേക്ക് കറി ഒന്ന് ചെറുതായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് വെക്കുകയാണ്. ഇനി അതിലേക്കുള്ള ചിരകി വെച്ച തേങ്ങ ഒന്ന് മിക്സിയിട്ട് ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുകയാണ്. വേഗം ചെയ്തിട്ടില്ല, എപ്പോഴാണ് അവിടെ കറണ്ട് പോകാമെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അത് വേഗം അരച്ച് വെക്കുകയാണ്. ഒന്ന് ഇവിടെ അരകല്ലൊക്കെ ഉണ്ട്, പക്ഷേ അതിപ്പോൾ ഉപയോഗിക്കാഞ്ഞിട്ട് ഒക്കെ മണ്ണും ചെളിയും പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കോഴികൾ. ഒരു പൂവനും 4 പിടക്കോഴികളാണ് ഉള്ളത്. അപ്പോൾ ഇവരൊന്ന് അഴിച്ചു വിട്ട് ഇവർ കൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ബഹളം വയ്ക്കുമ്പോൾ അവിടെ അമ്മ പറയുന്നുണ്ട് കോഴികളെന്തോ കൂട്ടം പറയുന്നുണ്ട് എന്നുള്ളത്. കൂട്ടം പറയാന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക എന്നാണ് ഞങ്ങളവിടെ പറയുന്നത്. അപ്പോൾ അവരിങ്ങനെ ഒച്ച ഉണ്ടാക്കുന്ന സമയത്ത് അമ്മ പറയാണ് കോഴികൾ എന്തൊക്കെയോ കൂട്ടം പറയുന്നുണ്ട്, അഴിച്ചു വിടുന്നത്. അപ്പോൾ പോയി തുറന്നു വിട്ടതാണേ. അപ്പോൾ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്. കറിയിലേക്കുള്ള തേങ്ങയും അരപ്പൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തേ. ഇനി അതൊന്ന് താളിച്ചിടണം. അപ്പോഴേക്കും നമ്മൾ ഉപ്പേരിക്കുള്ളതൊന്ന് റെഡിയാക്കാൻ പോയേ. പയറാണ്, പയറ് കൊണ്ടാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത്. ചില സ്ഥലത്തേക്ക് തോരൻ എന്നൊക്കെ പറയുന്നുണ്ട്, ഞങ്ങളിവിടെ ഉപ്പേരി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി കറിയിലേക്ക് താളിക്കാൻ വേണ്ടിയിട്ടാണ് ചീനച്ചട്ടി ഞാൻ വെച്ച് വെളിച്ചെണ്ണയും കടുകും ഇട്ടത്. പക്ഷേ കറി താളിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പയർ അതിലേക്ക് ഇട്ടു. ചില സമയങ്ങളിൽ അങ്ങനെയാണ്, മെമ്മറി ഫുൾ ഔട്ടായി പോകും. അപ്പോൾ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ആ സമയത്ത് പോകണമല്ലോ എന്നുള്ള ആ ഒരു ചിന്തയിൽ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങ് മറന്നു പോകും. അപ്പം ഉപ്പേരിക്കുള്ളതൊക്കെ റെഡിയാക്കി അവിടെ മൂടി വെച്ചിട്ടതിന് ശേഷം പിന്നെ ഞാൻ ഗ്യാസ് അടുപ്പിൽ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോഴേക്കും ഇവിടെ സമയം കുറച്ച് വൈകിയിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം പോയിട്ട് ഗ്യാസ് കത്തിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ കറി ഒന്ന് താളിച്ചെടുത്തേ. ഇനി പപ്പടം കൂടെ കാച്ചിയെടുക്കണം. പപ്പടം കൂടെ പെട്ടെന്ന് തന്നെ കാച്ചി. പിന്നെ ഇവിടെ പച്ചക്കറി ആകുമ്പോൾ ഒരു ചമ്മന്തി നിർബന്ധമാണ്. അപ്പം കുറച്ച് ചെമ്മീൻ്റെ പൊടി ഉണ്ട്, ചെമ്മിപ്പൊടി എന്ന് പറയും. അപ്പോൾ അതും കൂടെ വെച്ചിട്ട് ഒരു ചമ്മന്തിയും കൂടെ അരച്ചെടുക്കണ്ടേ. അങ്ങനെ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായി. അപ്പോഴേക്കും എൻ്റെ അടുക്കളയുടെ അവസ്ഥ ഇങ്ങനെയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മോളെടുത്ത് പറഞ്ഞു ഒന്ന് ക്ലീനാക്കി തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവളെ ക്ലീനാക്കി എൻ്റെ അടുക്കളയാണ് ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്